രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം പൊടിപൊടിക്കുകയാണ്. എന്നാൽ കേരളം വീണ്ടും കടമെടുക്കാനൊരുങ്ങുകയാണ്. 2000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം മെയ് 27 റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 29 2000 കോടി കേരളം കടമെടുത്തിരുന്നു. ഇതോടെ ഈ സാമ്പത്തിക വർഷം 2 മാസം തികയുന്നതിന് മുൻപ് തന്നെ കേരളത്തിന്റെ കടമെടുപ്പ് 6000 കോടിയായി. കേരളത്തിന് ഈ ഡിസംബർ വരെ 29,529 കോടി കടമെടുക്കാം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് അന്തിമ അനുമതിയും ലഭിച്ചിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിസംബർ വരെ കടമെടുക്കാൻ അനുമതി ലഭിച്ചത് 21,523 കോടി ആയിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 8,276 കോടി കൂടുതൽ ഇത്തവണ കടമെടുക്കാം. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% ഒരു വർഷം കടമെടുക്കാനാവുന്നത്. അതനുസരിച്ച് 39,876 കോടിയാണ് കേരളത്തിന്റെ വായ്പാ പരിധിയായി നിശ്ചയിച്ചത്. ഇതിനു പുറമെ വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള പ്രോത്സാഹനമായി 0.5% കൂടി അനുവദിക്കും. 6 ലക്ഷം കോടിയിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ കേരളത്തിന്റെ കടബാധ്യത. പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും ബാധ്യതയാണ് കേരളത്തിന്റെ കടം 6 ലക്ഷം കോടിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ 2 ലക്ഷം കോടിയുടെ കുടിശ്ശികയും സർക്കാരിനുണ്ട്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രം 1 ലക്ഷം കോടിയുടെ കുടിശ്ശികയാണ് ഉള്ളത്. ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡ്, കർഷകർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, കരാറുകാർ എന്നിവരുടെ കുടിശ്ശികയും 1 ലക്ഷം കോടിയുണ്ട്. ഇതെല്ലാം മറച്ചുവെച്ചാണ് കേരളത്തിന്റെ കടബാധ്യത 4.67 കോടിയെന്ന് നട്ടാൽ കുരുക്കാത്ത നുണ KN ബാലഗോപാൽ തട്ടിവിട്ടത്. കേരളത്തിന്റെ കടബാധ്യത 6 ലക്ഷം കോടി രൂപയിലേക്ക് ഉയർന്നതിനോടൊപ്പം വിവിധ വിഭാഗങ്ങൾക്കായി നൽകാനുള്ള കുടിശ്ശിക മാത്രമാണ് 2 ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ 9 വർഷത്തെ ഭരണ കാലയളവിലാണ് ഈ ഭീമമായ കുടിശ്ശിക രൂപപ്പെട്ടിരിക്കുന്നത്. അതേസമയം 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ സംസ്ഥാനത്തിന്റെ കുടിശ്ശിക വെറും 4,600 കോടി രൂപയായിരുന്നു. ഇത് പിന്നീട് ധനമന്ത്രിയായ ഡോക്ടർ TM തോമസ് ഐസക് തന്നെയാണ് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയത്. 2016 ജൂണിലാണ് തോമസ് ഐസക് നിയമസഭയിൽ ഈ കണക്കുകൾ അവതരിപ്പിച്ചത്. തോമസ് ഐസക് അന്ന് നൽകിയ മറുപടി പ്രകാരം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുടിശ്ശികയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കരാറുകാർക്കും ബിൽ റീഡിസ്കൗണ്ടിംഗ് ഇനത്തിൽ ബാങ്കിനും നൽകേണ്ടിയിരുന്നത് 1,600 കോടി രൂപ, പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ 1000 കോടി രൂപ, വിവിധ വകുപ്പുകൾക്കും മറ്റും നൽകാനുള്ള ബില്ലുകളുടെ ഇനത്തിൽ 2000 കോടി രൂപ. ഇങ്ങനെയാണ് ആകെ 4,600 കോടി രൂപയുടെ കുടിശ്ശിക അന്നുണ്ടായിരുന്നത്. ഇതുകൂടാതെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ക്ഷേമനിധികൾ, ബോർഡുകൾ തുടങ്ങിയവയിൽ നിന്നും 1,365 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥിര നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നും തോമസ് ഐസക് തന്റെ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതും കൂടി ചേർത്താൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ആകെ ബാധ്യത 5,965 കോടി രൂപ വരുമെന്നായിരുന്നു ഐസകിന്റെ അന്നത്തെ നിയമസഭയിലെ രേഖപ്പെടുത്തിയ മറുപടിയിൽ സൂചിപ്പിച്ചിരുന്നത്. ക്ഷേമനിധികളിൽ നിന്നും ബോർഡുകളിൽ നിന്നുമൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥിര നിക്ഷേപം സ്വീകരിക്കുന്നത് എല്ലാ സർക്കാരുകളും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഇനത്തിൽ പിണറായി സർക്കാരിന്റെ കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കുറഞ്ഞത് 50,000 കോടി രൂപയെങ്കിലും കവിയുമെന്നാണ്. സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചകൾക്ക് ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് ലോക ബാങ്കിൽ നിന്ന് കാർഷിക മേഖലയ്ക്ക് ലഭിച്ച പണം പോലും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അടുത്തിടെയായി വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലെ കണക്കുകൾ പ്രകാരം വിവിധ വിഭാഗങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നൽകാനുള്ള കുടിശ്ശിക 2 ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ തുക ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നൽകാനുള്ളതാണ്. അത് ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ കുടിശ്ശികയുടെ ഏകദേശം 44 ഇരട്ടിയിലധികം കുടിശ്ശികയാണ് പിണറായി സർക്കാരിൻ്റെതായിട്ടുള്ളത്.